ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന അസാധാരണമായ വിശ്വാസവും വിശുദ്ധിയുമുള്ള മറിയത്തിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ മാലാഖ ഗബ്രിയേൽ മാലാഖ എത്തുകയും അഭിവാദനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ മറിയം വളരെ അസ്വസ്ഥയായി. എന്താണ് ഇത് എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. അമ്മ മാതാവിന്റെ 8 നോമ്പ് തിരുനാളിന്റെ ഈ 3-ാം ദിനത്തിൽ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ദൈവവചനം കേട്ട് അസ്വസ്ഥയായെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട വലിയൊരു മാതൃകയല്ലേ ഇത്? ദൈവത്തിന്റെ വചനം നമ്മെ അസ്വസ്ഥതപ്പെടുത്തണം. ആ തിരുവചനം നാം ധ്യാനിക്കണം, അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. എങ്കിലേ ദൈവത്തിന്റെ വചനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, അത് ഫലമണിയുകയുള്ളൂ. ദൈവവചനം കേട്ട് അതപ്പോൾ തന്നെ മറന്നു പോകുന്നവരായി മാറരുത് നമ്മൾ. അത് നമ്മെ അസ്വസ്ഥതപ്പെടുത്തണം. അതിനെക്കുറിച്ച് നാം ധ്യാനിക്കണം, ചിന്തിക്കണം. തീർച്ചയായും ആ വചനം നമ്മിലും മാംസം ധരിക്കും. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.